അശ്വന്ത് കോക്കിന്റെ കുറെ പുച്ഛവും സർക്കാസവും അതുപോലെ കുറെ ഫാൻസി ഡ്രസ് ടൈപ്പ് അവതരണവും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പടങ്ങളുടെ റിവ്യൂ ഒക്കെ ഏറെക്കുറെ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അശ്വന്ത് കോക്കിന്റെ കുറെ റിവ്യൂ ഒക്കെ കുഴപ്പമില്ലാതെ തോന്നി. പക്ഷെ പറയുന്ന രീതി, അതായത് പുച്ഛവും കളിയാക്കലുകളും ഒക്കെ ഇങ്ങനെ വാരി എറിഞ്ഞ് പറയുന്ന ഒരു രീതിയുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ അയാളുടേതായ സ്റ്റൈലിൽ പറയുന്നു. അതൊക്കെ അയാളുടെ ഇഷ്ടം. അത് ഫോളോ ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്. ഞാനും കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ട്. ചിലതൊക്കെ ശരിയാത് കുഴപ്പമില്ലാത്ത റിവ്യൂ ആയിട്ട് തോന്നി. പക്ഷെ ചിലതിനോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു. പ്രത്യേകിച്ചും അശ്വന്ത് കോക്ക് ഇട്ട ഭീഷ്മപർവം എന്ന സിനിമ. അതൊക്കെ മമ്മൂക്കയുടെ സിനിമകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. എനിക്കൊക്കെ മമ്മൂക്കയുടെ സിനിമകളിൽ ഇഷ്ടപ്പെട്ട പടങ്ങളിൽ ഒന്ന് ഭീഷ്മപർവം തന്നെയാണ്. അതൊക്കെ ഞാൻ മൾട്ടിപ്പിൾ ടൈം വാച്ച് ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിലൊക്കെ അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് വരെ നെഗറ്റീവ് റിവ്യൂ ഇട്ട ആളാണ് മിസ്റ്റർ കോക്കണ്ണൻ. അപ്പോൾ ഈ കോക്കണ്ണൻ്റെ ഈ റിവ്യൂ ഇടുന്ന ഒരു രീതി, ഒരു സംഭവങ്ങൾ ചിലതൊക്കെ പാളി പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഈയിടെയായിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഭീഷ്മപർവം ചില പടങ്ങൾ നല്ലതെന്ന് പറഞ്ഞിട്ട് അത് തിയേറ്ററിൽ ഓടിയിട്ടില്ല. അപ്പോൾ ഒരു സുപ്രീം ഒരു റിവ്യൂവർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ചില റിവ്യൂസൊക്കെ കുറേ ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് അത്രയും ഫോളോവേഴ്സും വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്കും അത് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ചില റിവ്യൂസൊക്കെ പറയുന്നത് ചിലപ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ്സുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലൊക്കെ ഉള്ള റിവ്യൂസൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. ഇന്നലെ രാവിലെ കണ്ടതാണ്. ആ ഒരു സിനിമയുടെ റിവ്യൂ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇങ്ങേര് ഇട്ട് വെച്ചേക്കുന്ന റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും നെഗറ്റീവ് അടിക്കാനുള്ള അത്രയും നെഗറ്റീവ് റിവ്യൂ പറയാനുള്ളൊരു സംഭവം എന്താണ് ആ സിനിമയിലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു വളരെ വ്യത്യസ്തമായി, വളരെ ഒരു യുണീക്കായിട്ട്, ഒരു ഡിഫറെൻ്റ് ഒരു ടോണും ഡിഫറെൻ്റ് ഒരു നെറേറ്റീവൊക്കെ പിടിച്ച് ഒരു ഡിസ്റ്റിങ്റ്റീവ് ഒരു അറ്റംപ്റ്റ് നടത്തിയ ഒരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നുള്ള ഡയറക്ടറിന്റെ വേറൊരു ക്രാഫ്റ്റ്. ലാലേട്ടൻ എന്ന ഒരു അതുല്യ നടന്റെ അടിപൊളി പെർഫോമൻസ്. അതുപോലെ ടെക്നിക്കൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രാഫി, അതുപോലെ ആർട്ട്, ഇങ്ങനെ കുറേ ഏരിയാസൊക്കെ വളരെ നല്ല രീതിയിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ ഈ ടെക്നിക്കലി പോലും ബ്രില്യൻ്റ് ആയിട്ട് നിന്ന ഏരിയാസിനെ പോലും പുച്ഛിച്ച് തള്ളി ഇങ്ങനെ എന്താ പറയുക, കളിയാക്കി വളരെ പുച്ഛത്തോടു കൂടി ആക്ഷേപിച്ച് ഒരു റിവ്യൂ ഇടേണ്ട കാര്യം എന്തായിരുന്നു എന്ന് ഞാനിപ്പോൾ ആലോചിക്കുകയാണ് മിസ്റ്റർ കോക്കണ്ണ. അത് അശ്വന്ത് കോക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത് എന്തിനാണ് ഇതിട്ട്. കാരണം അതല്ലെങ്കിൽ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ അത്രയും മച്ച് അവൈറ്റഡ് ഒരു മൂവിക്ക് നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണം കിട്ടുമോ അല്ലെങ്കിൽ വ്യൂസ് കൂടുമോ എന്നൊക്കെ ഉള്ളൊരു എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ഇത്രയും നെഗറ്റീവ് അടിക്കേണ്ട കാര്യമുണ്ടോ എന്നറിയില്ല. അത്രയും ഒരു മോശപ്പെട്ടൊരു സിനിമയാണോ മലൈക്കോട്ടെ വാലിബനോ? അത്രയും മോശപ്പെട്ട സിനിമയാണോ? കാരണം ആൾക്കാർക്ക് ഒരു സ്ഥിരം ടെംപ്ലേറ്റഡ് അല്ലെങ്കിൽ ഒരു സ്ഥിരം കണ്ടുപോകുന്ന സിനിമകൾ, അല്ലെങ്കിൽ സാധാരണ വരുന്ന പല കുറേ ജോണേഴ്സ് ഉണ്ടല്ലോ. ഇന്ന ജോണർ, ത്രില്ലർ, ആക്ഷൻ, അല്ലെങ്കിൽ റോം കോം, കുറേ ഉണ്ടല്ലോ. ആ ഒരു പാറ്റേണുകളിൽ നിന്ന് മാറി വളരെ ഡിഫറെൻ്റ് ആയിട്ട് യുണീക്കായിട്ട് എടുത്തേക്കുന്ന ഒരു സിനിമ, അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാതെ എങ്ങനെയാണ് ഒരു റിവ്യൂവർ പറയുന്നത് കേട്ടിട്ട് ആൾക്കാർ മൊത്തത്തിൽ അതിനെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ചില ആൾക്കാർ നെഗറ്റീവ് റിവ്യൂ ഇടുന്ന കണ്ടിട്ട് അതിൻ്റെ പുറകെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ആണ്. കാരണം കുറച്ചധികം ആൾക്കാർ ഫോളോ ചെയ്യുന്ന റിവ്യൂവേഴ്സ്, അല്ലെങ്കിൽ ഒരു കുറച്ചൊരു നെഗറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ നല്ലതാണെന്ന് വിചാരിച്ചാൽ പോലും, നല്ലതായിട്ട് തോന്നിയാൽ പോലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കൊള്ളത്തില്ല എന്നുള്ളൊരു റിവ്യൂ അല്ലെങ്കിൽ എന്നുള്ള ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഫീഡ്ബാക്കിലേക്ക് പോകുന്നത് കാണാറുണ്ട്. കാരണം അത് മൈൻഡ് സെറ്റാണ്. കാരണം ഞാനത് ഇന്നലെ 1-2 ആൾക്കാരോട് സംസാരിച്ചപ്പോൾ ഒരു നല്ല അഭിപ്രായമാണ് പറഞ്ഞ സിനിമയെ പറ്റി. അതേസമയം ഒരാൾ ഈ റിവ്യൂ ഒക്കെ കേട്ടിട്ട് പടം ഇഷ്ടപ്പെട്ടെങ്കിൽ പോലും അത് വലിയ സുഖമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഞാൻ അതിനെപ്പറ്റി വീണ്ടും കാര്യമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കുറേ സീൻസും അതിൻ്റെ മേക്കിംഗ് ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എന്നോട് പറയാണ് എനിക്കത് ഇഷ്ടപ്പെട്ടു ആക്ച്വലി എന്ന് അവസാന ട്രാക്കിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് റിവ്യൂ, അല്ലെങ്കിൽ ഈ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് നെഗറ്റീവ് ഒരു പബ്ലിസിറ്റിയിൽ കൂടെ
ഒരു ഇമ്പാക്റ്റ് ആൾക്കാരുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. അത് ചിലപ്പോൾ നല്ലതെന്ന് തോന്നിയാൽ പോലും അത് എടുക്കത്തില്ല, നെഗറ്റീവായിട്ട് തന്നെ എടുക്കുള്ളൂ. സോ അത് ഇങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ്ലി ഒരു തള്ളി ഒരു അതായത് വളരെ നെഗറ്റീവായിട്ട് പുച്ഛിച്ച് തള്ളി ഒരു റിവ്യൂ ഇടുമ്പോൾ ഒരു കാര്യം ഓർക്കുക, പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു ഡിഫറെൻ്റ് ഒരു ജോൺറ, ഇതുപോലെ അറ്റംപ്റ്റ് ചെയ്യാത്ത ടൈപ്പ് ഒക്കെ പടങ്ങൾ വരുമ്പോൾ ഒരാളുടെ അഭിപ്രായം വെച്ചിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാതിരിക്കരുത്. ബിക്കോസ് ഇത് ഒരു അങ്ങനത്തെ ഒരു സിനിമയാണ്. അത് തിയേറ്ററിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ബാക്കി കുറേ സിനിമകൾ ആൾക്കാരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും വളരെ വ്യത്യസ്തമായി വന്ന സിനിമകളാണ്. അതുപോലെ വേറൊരു രീതിയിൽ എടുത്തു വച്ചേക്കുന്ന ഒരുപക്ഷെ മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ വന്നിട്ടില്ലാത്തൊരു ജോൺറ, ഒരു 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 വിഷ്വൽ ട്രീറ്റാണത്. അങ്ങനത്തെ ഒരു സാധനം എടുത്തു വെച്ചേക്കുമ്പോൾ അത് ഒന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും റിവ്യൂ പറയുക. കാരണം ഓരോരുത്തരുടെയും ആസ്വാദനം അത് വ്യത്യസ്തമാണ്. ചിലപ്പം ഞാൻ കാണുന്ന പോലെയല്ല വേറൊരാൾ കാണുന്നത്. അത് തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടേക്കാം. കാരണം ആ ഒരു രീതിയിലാണ് എടുത്തേക്കുന്നത്. പിന്നെ പുള്ളി പറയുന്നിട്ട് മലയാളത്തിൻ്റെ മോഹൻലാലിനെ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഓഫ് കോഴ്സ് ഇതൊരു അവതരണം, ഇതൊരു അവതാരമാണ്. കാരണം ഇതൊരു വളരെ വ്യത്യസ്തമായൊരു സിനിമയിൽ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് ലാലേട്ടൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഓഫ് കോഴ്സ് ഒരു അവതരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രസന്റേഷൻ. ഓഫ് കോഴ്സ് ഇതൊരു പ്രസന്റേഷൻ തന്നെയാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറിന്റെ ഒരു ബ്യൂട്ടിഫുള്ളി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇതിന് ഈ സിനിമയ്ക്ക് അതിൻ്റെതായ പേസും അതിൻ്റെതായ ലാംഗ്വേജും അതിൻ്റെതായ ടോണും അതിൻ്റെതായ പറയാനുള്ള നെറേറ്റീവും അതൊക്കെയുണ്ട്. അതിനനുസരിച്ചല്ലേ ഒരു സിനിമ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഓരോ കാര്യങ്ങൾ കുത്തിക്കയറ്റി ആ സിനിമയുടെ ഒരു ടെക്സ്ചറോ അല്ലെങ്കിൽ ടോണ് കളയാൻ പറ്റുമോ? ആ ഒരു ഇതിന് നീതി പുലർത്തി തന്നെ ആ സിനിമ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അത് കണ്ട കുറേ ആൾക്കാർ എന്നോട് അഭിപ്രായം ഷെയർ ചെയ്തത് നല്ലൊരു സിനിമയെന്നാണ്. സോ ഇങ്ങനെയുള്ള റിവ്യൂസ് കണ്ടിട്ട് നിങ്ങൾ ആ ഒരു സൈക്കോളജിക്കൽ ഒരു വലയത്തിൽ വീഴാതിരിക്കുക. നിങ്ങൾ പോയി കണ്ടിട്ട്, പ്രത്യേകിച്ച് ഇതൊരു വ്യത്യസ്തമായ സിനിമയാണ്. അതിപ്പോൾ കണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരാളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു അഭിപ്രായത്തിലും മുങ്ങിപ്പോകുന്നത്? അങ്ങനെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ആ വലയത്തിൽ വീഴാതിരിക്കുക. നിങ്ങൾ തന്നെ ഒരു ഡിസിഷൻ എടുത്തിട്ട് ഒരു സിനിമ കാണുക. ഒരു പ്രാവശ്യം കാണാം, തെറ്റില്ല. എനിക്കിപ്പോൾ തോന്നുന്നത് രണ്ടാമത്തെ പ്രാവശ്യം പോയി കാണണം എന്നാണ്. കാരണം ഇന്നലെ ഞാൻ വിചാരിച്ചു ഒരു പ്രാവശ്യം കണ്ടു, ഓക്കെ. ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഒരു പ്രാവശ്യം കൂടെ കണ്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ഒരു ഭയങ്കര ഒരു വാവ് സിനിമയെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇത് ഒരു പ്രാവശ്യം തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ അത് മിസ്സാണ്. കാരണം തിയേറ്ററിക്കൽ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ കൊടുക്കുന്നത്. അത് ആ സിനിമ അർഹിക്കുന്ന ഒരു അംഗീകാരം, അതിന് അറ്റ്ലീസ്റ്റ് ഒരു സപ്പോർട്ട് അത് മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമ എന്നുള്ള രീതിയിൽ അത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതൊക്കെ ഒരു വേൾഡ് വൈഡ് ഒരു അക്ലമേഷൻ അല്ലെങ്കിൽ ഒരു ലോകത്തിന് തന്നെ ഒരു മാതൃകയാകാന്നുള്ള സിനിമകളിലേക്ക് എത്തിക്കാവുന്നൊരു ആ ഒരു കാറ്റഗറിയിലൊക്കെ വരുത്താവുന്നുള്ള സിനിമ തന്നെയാണ്. ഇതുപോലെ പല നല്ല സിനിമകൾ ഉണ്ടാകാനായിട്ട് ഇതൊരു പ്രചോദനം ആകണം പ്രൊഡ്യൂസർമാർക്ക്. കാരണം ഇതൊരു വ്യവസായം കൂടിയാണ്, കലയിലുപരി ഒരു വ്യവസായം കൂടിയാണ്. സോ ആൾക്കാർ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ ആ സിനിമ നഷ്ടമായേക്കാം. അത് ചിലപ്പോൾ അടുത്ത ഒരു ഇതുപോലത്തെ ഒരു യുണീക്കായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഒരു സിനിമ എടുക്കാൻ ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സ് മടിച്ചെന്ന് വരും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അടിച്ച ഒരു അട്ടക്കെ പരസ്യമായിട്ട് ഇങ്ങനെ അധിക്ഷേപിച്ച് ഇങ്ങനെ മൊത്തം ഫുള്ള് പടത്തിനെ വലിച്ചു കീറി ഒട്ടിക്കുന്ന രീതിയിലുള്ള ഒരു റിവ്യൂ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അശ്വിൻ കോക്ക്, എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ നിങ്ങൾ യു ഷുഡ് ഹാവ് റീകൺസിഡേർഡ് ഇറ്റ്. ഇത് വളരെ മോശമായിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാളല്ലേ, അതല്ലെങ്കിലും ഇങ്ങനത്തെ ഒരു പടമൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു പടം, ഇതുവരെ വരാത്തൊരു ജോൺറ, അങ്ങനത്തെ ഒരു നിങ്ങൾ കണ്ട് പരിചിതമല്ലാത്തൊരു ജോൺറ വരുമ്പോൾ അത് കണ്ട് ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുക്കണ്ടേ? കാരണം ഓരോ ആൾക്കാർക്കും ചിലപ്പോൾ അവരുടേതായ ഒപ്പീനിയൻ ഉണ്ടാകും. അത് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്താലല്ലേ ഒരു പുതിയ ഒരു അനുഭവം, ഒരു ദൃശ്യാനുഭവം, പുതിയൊരു ടൈപ്പ് സിനിമ അത് കണ്ടാലല്ലേ, അത് എക്സ്പീരിയൻസ് ചെയ്താലല്ലേ അവരുടെ ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റത്തുള്ളൂ. എന്തുവാടേ ഒരു മര്യാദയൊക്കെ വേണ്ടടേ. കാരണം ഇത്രയും ഒന്നുമില്ലെങ്കിൽ ഇത്രയും വെയിറ്റ് ചെയ്തിരുന്ന് ഇറങ്ങിയ ഒരു സിനിമയല്ലേ. അപ്പോൾ തിയേറ്ററിൽ പോയി ഒരു പ്രാവശ്യം കാണാനെങ്കിലും ആ ഒരു സ്പേസ് കൊടുക്കുക ആൾക്കാർക്ക്. കാരണം ഇങ്ങനത്തെ ഒരു സിനിമ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആൾക്കാർക്ക് കൊടുക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. സോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് മലയക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ പോയി തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം കാണാമെന്നുള്ള സിനിമയാണ്. അതിനുള്ള സംഭവം
ഇനി അശ്വന്ത് കോക്ക് പറയുന്ന പോലെ എന്നടാ പണ്ണി വെച്ചിരിക്ക എന്ന് പറയുന്ന പോലെ ഞാൻ ചോദിക്കണം അശ്വന്ത് കോക്കിനോട്, എന്നടാ നീ சொல்லுற என்ன சொல்லி வச்சிருக்க நீ, இப்படியெல்லாம் சொல்லலாமா, இப்படியெல்லாம் ஓவரா பேசலாமா, இதெல்லாம் ரொம்ப ரொம்ப ஓவர் டை.